أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الدين عند الله الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم ومن يكفر بآيات الله فإن الله سريع الحساب. فإن حاجوك فقل أسلمت وجهي لله ومن اتبعني وقل للذين أوتوا الكتاب والأميين أأسلمتم فإن أسلموا فقد اهتدوا وإن تولوا فإنما عليك البلاغ والله بصير بالعباد. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ആലി ഇമ്രാൻ, അതിലെ 19, 20 രണ്ട് ആയത്താണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരിക്കത്തെയും ഈ പാരായണവും കേൾവിയും പഠനവും സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഈ രണ്ട് ആയത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും കാതലായ ആയത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രമേൽ പ്രാധാന്യമുള്ള ഒരു ആയത്താണ്, രണ്ട് ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ആരും ഉറങ്ങല്ലേ, കേട്ടുകൊണ്ടിരിക്കും. പകുതി കേൾക്കും, പകുതി ഉറക്കും, പിന്നെ അവസാനം ഒന്നും മനസ്സിലാകാതെ വരും. അതുകൊണ്ട് ഉണർന്നിരുന്ന് കേൾക്കും. അള്ളാഹുവിൻ്റെ വചനം കേൾക്കാനുള്ള ആഗ്രഹത്തോടെ കേൾക്കും. പടച്ചവൻ നമ്മളോട് സംസാരിച്ച സംസാരമാണ് എന്ന നിലയിൽ കേൾക്കും. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ മതം ആയി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം മാത്രമാണ്. ലോകത്തിലെ മാനവരാശിക്ക് അള്ളാഹു ഒരു ജീവിത ആദർശം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം മാത്രമാണ്. എന്നാൽ വമഖ്തലഫല്ലദീന ഊതുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ അഥവാ ജൂത നസാറാക്കൾ, അവർ ഭിന്നിക്കാനുണ്ടായ കാരണമെന്താണ്? ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർ ഭിന്നിച്ചത് അവർ അറിവില്ലാത്തത് കൊണ്ടിട്ടല്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആണ് ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അവർ അറിവുള്ളതോടുകൂടി തന്നെയാണ്, അറിയാതെ ഒന്നുമല്ല അവർ ഭിന്നിച്ചത്. അവർ ഭിന്നിക്കാനുണ്ടായ കാര്യം എന്താണ്? ഒറ്റ കാര്യമാണ്, ബഗിയം ബൈനഹും. അതായത് അവർക്കിടയിലെ ഇടമത്സരം കാരണമാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലുള്ള അസൂയ, അവരുടെ ഇടയിലുള്ള കോപം, അവരുടെ ഭിന്നിപ്പ്,
ഇത്തരം കാര്യങ്ങൾ കൊണ്ടിട്ടാണ് അവർ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് പകരം വേറെ പല പേരുകളിലുമായി പല ആദർശത്തെയും പല മതത്തെയും ലോകത്തിന് അവർ പരിചയപ്പെടുത്തിയതും ആളുകളെ അതിലേക്ക് കൊണ്ടുപോയത്. അള്ളാഹുവിൻ്റെ അടുക്കൽ മതം എന്ന് പറയപ്പെടുന്നത് ഒന്നേ ഒന്ന് മാത്രമാണ്, അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. ദീനുൽ ഇസ്ലാമാണ്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മതത്തിന്റെ കാഴ്ചപ്പാട് മാത്രമല്ല. ചില ആളുകളോട് അസൂയ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കോപമുണ്ടാകുമ്പോൾ, ദേഷ്യമുണ്ടാകുമ്പോൾ, അവർ പറയുന്ന ഏറ്റവും വലിയ സത്യമാണെങ്കിൽ പോലും ആ സത്യത്തെ അംഗീകരിക്കാൻ അവർക്ക് കൊണ്ട് കഴിയുകയില്ല, അവരംഗീകരിക്കുകയില്ല. ഇതുപോലെ തന്നെയാണ് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ അഥവാ ജൂത നസാറാക്കൾ ഇസ്ലാമിന് പകരം മറ്റു പലതിനെയും അവർ ചേർത്ത് പിടിക്കാനുണ്ടായ കാരണം, അവർ ജീവിത പദ്ധതിയായി സ്വീകരിക്കാനുണ്ടായ കാരണം അവരുടെ ഇടയിലുള്ള കിടമത്സരമാണ്. അബൂജഹൽ പോലും ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി, മുഹമ്മദ് കൊണ്ടുവന്നതൊക്കെ ശരി തന്നെയാണ്, അദ്ദേഹം പറയുന്നതും ശരി തന്നെയാണ്, പക്ഷേ ഞങ്ങളെപ്പോലുള്ള പ്രമുഖന്മാരായ ആളുകളും ഗോത്രക്കാരും ഒക്കെ ഞങ്ങളിവിടെ ഉള്ളപ്പോ എങ്ങനെയാ അവരിൽ നിന്ന് മാത്രം ഒരു പ്രവാചകൻ വരിക? അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതാണ് വിഷയം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്ത ഏകദൈവ വിശ്വാസവും ഇസ്ലാം എന്ന ആദർശവും അത് തെറ്റാണെന്ന് പറയുകയല്ല ചെയ്തത്. അവിടെ അസൂയാണ് ഉണ്ടായത്, അബൂജഹലിന് അസൂയാണ് ഉണ്ടായത്. ആ കുടുംബത്തിൽ നിന്നിട്ട് മാത്രം എങ്ങനെ ഒരു പ്രവാചകനാ വരിക? അപ്പൊ ഞങ്ങൾ കുറഞ്ഞവരാണോ? ഈ അസൂയായിരുന്നു, ഈ പകയായിരുന്നു അവസാന നാടുവരെ ഇസ്ലാമിനെ അംഗീകരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ അബൂജഹലിനെ പ്രേരിപ്പിച്ചത്. നഊദുബില്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകണം. ഇത് തന്നെയാണ്, ഈ വിഷയം തന്നെയാണ് ജൂത നസാറാക്കൾ അഥവാ കിതാബ് നൽകപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥത്തിന്റെ ഉടമകൾ ഇസ്ലാമിനെ അംഗീകരിക്കാതെ പോയത് ഈ ഒറ്റ കാരണത്താലാണ്. അള്ളാഹ് തന്നെ പറയാണ്, ബാഗിയം ബൈനഹും, വേറെ ആരും പറഞ്ഞ് നമ്മൾ കേൾക്കേണ്ടായില്ല. ബാഗിയം ബൈനഹും, അവരുടെ ഇടയിലുള്ള സ്വാർത്ഥ താല്പര്യവും കിടമത്സരവും അവരുടെ ഇടയിലുള്ള അസൂയയും പകയും വിദ്വേഷവും ഒക്കെ കാരണത്താലാണ് അവർ ഇസ്ലാമിനെ അംഗീകരിക്കാതെ പോയതും ഇസ്ലാമിനെതിരെ അവരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ആര് അള്ളാഹുവിന്റെ ആയത്തുകളെ തെളിവുകളെ നിഷേധിച്ച് തള്ളുന്നുവോ അവര് മനസ്സിലാക്കിക്കൊള്ളട്ടെ, നാളെ ഖിയാമത്ത് നാളിൽ വളരെ വേഗത്തിൽ മനുഷ്യരെ വിചാരണ ചെയ്യുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹ് ഇവിടെ അള്ളാഹുവിന്റെ തെളിവുകളെ ആയത്തുകളെ നിഷേധിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് നാളെ ഖിയാമത്തിന്റെ വിചാരണയെ പറ്റിയാണ് അള്ളാഹ് പറഞ്ഞത്. വിചാരണയെ പറ്റിയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ നാളെ വിചാരണയ്ക്ക് വിധേയരാകും, വിചാരണ നേരിടേണ്ടി വരും. അന്ന് വളരെ വേഗത്തിൽ അവരുടെ വിഷയത്തിൽ ഞാൻ തീർപ്പ് കൽപ്പിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചതിന്റെ ആശയം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹ് പറയുകയാണ്, നബിയെ, ഇനി താങ്കളോട് സംവാദത്തിനോ തർക്കത്തിനോ അവർ വരികയാണെങ്കിൽ, ജൂതനസാറാക്കൾ അങ്ങയുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടാൻ വേണ്ടി വരികയാണെങ്കിൽ, അങ്ങയുമായി സംവാദത്തിൽ ഏർപ്പെടാൻ അവർ വരികയാണെങ്കിൽ അങ്ങ് പറയണം, ഫഖുൽ അസ്ലംതു വജ്ഹിയ ലില്ലാഹ്, ഞാൻ എന്നെ പൂർണ്ണമായും ഇതാ അല്ലാഹുവിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയണം. ഞാൻ മാത്രമല്ല, വമനിത്തബഅനി, രണ്ടാമത്തെ പോയിന്റ്, വമനിത്തബഅനി, എന്നെ പിന്തുടർന്നു വരുന്ന അല്ലെങ്കിൽ എന്നെ പിൻപറ്റുന്ന മുഴുവൻ മനുഷ്യരും അവർ അല്ലാഹുവിനെ തന്നെ സമർപ്പിക്കുന്നവരായി തീരുമ്പോഴാണ് യഥാർത്ഥത്താകുന്നത് മുസ്ലിമാകും. അങ്ങനെ പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോ ആദ്യം അല്ലാഹുവിന്റെ റസൂലിനെ തന്നെ അല്ലാഹുവിന് സമർപ്പിക്കുന്നു. രണ്ടാമത്തത്, ആ റസൂലിനെ പിൻപറ്റുന്ന ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യരും മുഴുവൻ ഉമ്മത്തും എന്ത് ചെയ്യണം? അല്ലാഹുവിനെ അനുസരിക്കുന്നവരായി തീരണം, അല്ലാഹുവിനെ പൂർണ്ണമായും സമർപ്പിക്കുന്ന.
സമർപ്പിക്കുന്നവരായി തീരണം. അതുകൊണ്ട് നബിയെ, വേദഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്ന ആളുകളോട് അങ്ങ് ചോദിക്കും. വൽ ഉമ്മീന, അതുപോലെ തന്നെ വേദഗ്രന്ഥത്തിന്റെ അക്ഷരങ്ങൾ പഠിച്ചിട്ടില്ലാത്ത, നിരക്ഷരരായ, അക്ഷരങ്ങൾ പഠിച്ചിട്ടില്ലാത്ത, അറിവില്ലാത്ത ആ ആളുകളോട് അങ്ങ് ചോദിക്കുക. എന്താ ചോദിക്കേണ്ടത്? നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെടാൻ തയ്യാറുണ്ടോ? നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങളെ അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ അങ്ങനെ നിങ്ങൾ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നേർവഴി പ്രാപിച്ചവരായിരിക്കും, സന്മാർഗം പ്രാപിച്ചവരായിരിക്കും, നിങ്ങൾ സന്മാർഗത്തിലെത്തിയവരായിരിക്കും. ഇമാം മുഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ന ഗുലാമൻ യഹൂദിയൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേവനം ചെയ്തിരുന്ന യഹൂദിയായ ജൂതനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരനാകട്ടെ കാന യദഉ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളുഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുളു എടുക്കാനുള്ള വെള്ളം അരികിലേക്ക് കൊണ്ടുകൊടുക്കും. വയനാവിലുഹു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറത്തേക്ക് ഇറങ്ങാൻ വരുമ്പോൾ തങ്ങളുടെ ചെരുപ്പെടുത്ത് കൊണ്ടുപോയി നബി തങ്ങളുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും, ചെരുപ്പെടുത്ത് വെച്ചു കൊടുക്കും. നബി തങ്ങളുടെ ചെരുപ്പ് ഊരുമ്പോൾ ആ ചെരുപ്പ് അദ്ദേഹം എടുത്ത് കയ്യിൽ പിടിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന, സേവനം ചെയ്തിരുന്ന ജൂതനായ യഹൂദിയായ ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഒരു അവസരത്തിൽ രോഗബാധിതനായി കിടപ്പിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് വേണ്ടി സേവനം ചെയ്യുന്ന മനുഷ്യനാണല്ലോ, ചെറുപ്പക്കാരനാണല്ലോ. അയാളെ സന്ദർശിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ വീട്ടിൽ ചെന്നു. ഈ സമയത്ത് ആ ചെറുപ്പക്കാരന്റെ പിതാവ് ആ ചെറുപ്പക്കാരന്റെ തലഭാഗത്ത് ഇരിക്കുകയാണ്, അടുത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഈ ലോകത്തിനോട് ഒരുപക്ഷെ ഈ കിടപ്പിൽ കിടന്നുകൊണ്ട് ഇയാൾ വിട പറഞ്ഞു പോയേക്കാം, മരണം സംഭവിച്ചേക്കാം. അതുകൊണ്ട് മോനെ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. ഉടനെ ചെറുപ്പക്കാരൻ ഫനദറ ഇലാ അബീഹി, തൊട്ടടുത്ത് നിൽക്കുന്ന ബാപ്പാടെ മുഖത്തേക്ക് നോക്കി, പിതാവിന്റെ മുഖത്തേക്ക് നോക്കി. ഫസക്കത്ത അബൂഹു, പിതാവ് ഒന്നും പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. കണ്ണുകൊണ്ട് പിതാവിലേക്ക് നോക്കി, ഞാൻ എന്ത് വേണം, എന്ത് പറയണം, ഇത് പറയണോ പറയണ്ടയോ എന്ന് അനുവാദം ചോദിക്കാൻ വേണ്ടിയാണ് പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയത്. ഈ സമയത്ത് പിതാവ് ഒന്നും മിണ്ടിയില്ല, മൗനം പാലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, പൊന്നുമോനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. വീണ്ടും ഈ ചെറുപ്പക്കാരനും ഉപ്പാന്റെ ബാപ്പായുടെ മുഖത്തേക്ക് നോക്കി, പിതാവിന്റെ മുഖത്തേക്ക് നോക്കി. നോക്കിയപ്പോ പിതാവിന് മനസ്സിലായി. പിതാവ് പറഞ്ഞു, അത്യ അബുൽ ഖാസിം, മോനെ അബുൽ ഖാസിമിന് നീ വഴിപ്പെടും, അബുൽ ഖാസിം പറഞ്ഞത് നീ അനുസരിക്കും. അബുൽ ഖാസിം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്, ഓമനത്വത്തിന്റെ പേരാണ് ഖാസിമിന്റെ പിതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമകന്റെ ഒരു മകന്റെ പേരാണ് ഖാസിം. ഖാസിമിന്റെ പിതാവ്, ആ ഖാസിമിന്റെ പിതാവിന് നീ പറയുന്നത് അനുസരിക്കും മോനെ. അദ്ദേഹം പറഞ്ഞു, നീ കേൾക്കും, നീ അനുസരിക്കും. فقال الغلام أشهد أن لا إله إلا الله وأنك رسول الله. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഷഹാദത്ത് കലിമ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു. വീട്ടിന്റെ വെളിയിലേക്ക് ഫഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖൂൽ, വീടിന്റെ വെളിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു വരുമ്പോ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വരുന്നത്. അനസ് റളിയല്ലാഹു കൂടെ ഉണ്ട്. ആ അനസ് റളിയല്ലാഹു പറയുകയാണ്, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അൽഹംദുലില്ലാഹില്ലദീ അഖ്റജഹു ബി മിനന്നാർ. അൽഹംദുലില്ലാഹില്ലദീ, ഒരു പടച്ചവനാണ് സർവസ്തുതിയും,
എങ്ങനത്തെ അല്ലാഹ്? അഖ്റജഹു ബി, എന്നെ കൊണ്ട് പുറപ്പെടുവിച്ചു, ഞാൻ കാരണത്താൽ പുറപ്പെടുവിച്ചു. എവിടെ നിന്ന്? നരകത്തിൽ. നരകത്തിലേക്ക് പോകേണ്ട ഒരു മനുഷ്യനെ ഞാൻ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നുണ്ടാക്കി പുറത്താക്കി, പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെയുള്ള അള്ളാഹുവിനാണ് സർവസ്തുതിയും അഖില സ്തുതിയും എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരികയുണ്ടായി. നോക്കൂ നിങ്ങൾ മുഅ്മിനീങ്ങളെ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, വെറും കഥയല്ല ഇത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അള്ളാഹുവിന്റെ കൽപ്പനയും അത് തന്നെയായിരുന്നു. ഫഇൻ അസ്ലമു, അങ്ങ് ചോദിക്കണം, അവരോട് ചോദിക്കണം, അസ്ലംതും, നിങ്ങൾ മുസ്ലിം ആകാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിനെ കീഴ്പ്പെടാൻ തയ്യാറുണ്ടോ? നിങ്ങൾ മുസ്ലിം ആകാൻ തയ്യാറുണ്ടോ? അങ്ങനെ നിങ്ങൾ മുസ്ലിം ആയാൽ നിങ്ങൾ ഹിദായത്തിലെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം അല്ലാഹ് പറഞ്ഞു നിർത്തി, ആയത്ത് പറഞ്ഞു നിർത്തി ഇങ്ങനെയാണ്, ഫഇൻ തവല്ലൗ, നബിയെ ഇനി ആ വേദഗ്രന്ഥം ലഭിച്ച ആളുകൾ, നിരക്ഷരകുക്ഷികളായ ആളുകൾ, ഒരു ജ്ഞാനവുമില്ലാത്ത ആളുകൾ, അവർ ഇനി പിന്തിരിഞ്ഞു പോവുകയാണ്. അങ്ങ് പറഞ്ഞ വാക്ക് അവർ മുഖവിലേക്ക് എടുക്കുന്നില്ല. അങ്ങയെ തള്ളിക്കളഞ്ഞിട്ട് അവർ തിരിഞ്ഞു പോവുകയാണ്, അവരനുസരിക്കുന്നില്ല. അങ്ങ് ബേജാറാകണ്ട കേട്ടോ. അങ്ങയുടെ ഉത്തരവാദിത്വം എന്താണ്? എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമുള്ളൂ. തബ്ലീഗ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. ആക്കലും കൊണ്ടുവരലും ഇതൊന്നും അങ്ങയുടെ ഉത്തരവാദിത്തപ്പെട്ടതല്ല. റിസാലത്തിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യത അങ്ങ് വീടിക്കഴിഞ്ഞു. ആ ബാധ്യത മാത്രമാണ് താങ്കൾക്കുള്ളത്. വല്ലാഹു ബസീറുൻ ബിൽ ഇബാദ്, അല്ലാഹ് അവന്റെ അടിമകളെ നന്നായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അടിമകളെ നന്നായി നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് നബിയെ അങ്ങ് അങ്ങയുടെ കടമ പൂർത്തീകരിക്കുകയുണ്ടായി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഈ ഉണ്ടോ? ഉറക്കെ പറയണം, ഉണ്ടോ? ഇല്ലല്ലോ. അല്ലാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. അല്ലാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ.